ഷേപ്പ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള നിയമസഭയെക്കുറിച്ചാണ്. കേരള നിയമസഭയിൽ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കേരള നിയമസഭകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് വരെ നാൾ വരെ 1 മുതൽ 14 നിയമസഭകൾ വരെ ആണ് ഉള്ളത്. അപ്പോൾ ഓരോ നിയമസഭയുടെയും കാലഘട്ടം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, കുറേ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് കേരള നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രത്യേകതകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമുക്കത് ഏതാണ്ട് പൂർത്തിയാക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് കേരള നിയമസഭയെ കൂടിയ ഓരോ നിയമസഭയുടെ കാലാവധിയാണ് നമ്മൾ അറിയുന്നത്. അത് 14 നിയമസഭകളാണുള്ളത്. ഇത് 14ാമത്തെ നിയമസഭയാണ് എന്നറിയുക. അപ്പോൾ ആ നിയമസഭയുടെ കാലാവധികളും അതുപോലെ തന്നെ നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. നല്ലപോലെ പഠിക്കുക. നേരെ നിയമസഭയിലേക്ക് തന്നെ പോവുക. നോക്കുക, നിയമസഭ. ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 16/3/1957 ഒന്നാം നിയമസഭ നിലവിൽ വന്നത്. അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നതായിട്ട് 27/4/1957. അതാണ് നമ്മൾ പഠിച്ചത്. അതായത് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് 27/4 ആണ്. 27/4/57 അതിൻ്റെ ആദ്യ സമ്മേളനം കൂടിയത്. ആ സമ്മേളനം അവസാനിച്ചത് 31/7/1959. ആകെ 175 ദിവസങ്ങളാണ് ഒന്നാം നിയമസഭ സമ്മേളിച്ചതെന്ന വിവരം അറിയുക. ഈ നിയമസഭാ ദിനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്മേളിച്ച നിയമസഭ ഏത്, ഏറ്റവും കുറച്ച് സമ്മേളിച്ച നിയമസഭ ഏത്, ഇത് നമുക്ക് അസസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒന്നാം നിയമസഭയുടെ കാലാവധി അറിയുക. അത് നിലവിൽ വന്നത് 16/3/1957. എന്നാൽ അതിൻ്റെ ആദ്യ സമ്മേളനം കൂടിയത് 27/4/1957. ഇനി ആ സമ്മേളനം 31/7/59 വരെയാണ് നീണ്ടു നിന്നത്. എന്ന് പറഞ്ഞാൽ 175 ദിവസമാണ് ആദ്യത്തെ നിയമസഭയുടെ കാലാവധി. ഇനി രണ്ടാം നിയമസഭ നോക്കുക. 9/2/1960 രണ്ടാമത്തെ നിയമസഭ നിലവിൽ വന്നു. അത് ആദ്യ സമ്മേളനം, അതിൻ്റെ ആദ്യ സമ്മേളനം, രണ്ടാം നിയമസഭയുടെ ആദ്യ സമ്മേളനം 12/3/60 മുതൽ 10/9/1964 വരെ 300 ദിവസം സമ്മേളിച്ച്. ആ ഒരു നിയമസഭ 300 ദിവസമാണ് സമ്മേളിച്ച്. രണ്ടാം നിയമസഭ 9/2/60 മുതൽ 12/3/60 വരെ. അതിൻ്റെ 12/3/60 അത് തുടങ്ങി, അതിൻ്റെ സമ്മേളനം തുടങ്ങി. ആ സമ്മേളനം അവസാനിച്ച് 10/9/1964. അപ്പോൾ അതിൻ്റെ കാലാവധി അതാണ്. അത്രയും വർഷമുണ്ട്, 60 മുതൽ 64 വരെ. മൂന്നാം നിയമസഭ നോക്കുക. 3/3/1967 നിയമസഭ നിലവിൽ വന്നത്. അതിൻ്റെ ആദ്യ സമ്മേളനം കൂടുന്നത് 15/3/1967 തുടങ്ങി 26/6/1970 വരെ മൂന്നാം നിയമസഭ കാലാവധി ഉണ്ടായിരുന്നു. 15/3/1967 മുതൽ 26/6/1970 വരെ 211 ദിവസമാണ് മൂന്നാം നിയമസഭ കൂടിയത്. ഇനി നാലാം നിയമസഭ ആകട്ടെ 4/10/70 മുതൽ 4/10/70 നിലവിൽ വന്നത്. 22/10/70 മുതൽ 22/3/77 വരെ 322 ദിവസങ്ങൾ കൂടി ആ സമ്മേളനം. അതായത് നാലാം നിയമസഭ, ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ ചോദിക്കാം. ഇപ്പോൾ നമ്മളിവിടെ കണ്ടതിൽ 322 ഏറ്റവും വലുത്. അപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ നാലാം നിയമസഭയാണെന്ന് അറിയുക. ഈ അടുത്ത കാണുക, അഞ്ചാം നിയമസഭ. അത് 22/3/77 നിലവിൽ വന്ന് അതിൻ്റെ ആദ്യ സമ്മേളനം കൂടിയത് 26/3/77 മുതൽ 30/11/79 വരെ 143 ദിവസമാണ് ഈ അഞ്ചാം നിയമസഭ ഉണ്ടായതെന്ന് അറിയുക. ആറാം നിയമസഭയാകട്ടെ 25/1/1980 അത് നിലവിൽ വന്നത്. 15/2/80 മുതൽ 17/3/1982 വരെ 112 ദിവസമാണ് ആ സഭ സമ്മേളിച്ചത്. ഇനി ഏഴാം നിയമസഭ നോക്കുക. 24/5/82 ഏഴാം നിയമസഭ നിലവിൽ വന്നെങ്കിലും 24/6/82 മുതൽ 25/3/87 വരെയാണ് അതിൻ്റെ സമ്മേളന ദൈർഘ്യ കാലഘട്ടം. അപ്പോൾ 249 ദിവസമാണ് ഏഴാം നിയമസഭ സമ്മേളിച്ചത്. അപ്പോൾ നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ സമ്മേളിച്ചത് നാലാം നിയമസഭയാണ്. 322 ദിവസം അത് കൂടിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കാലാവധി ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. തീയതി ഓർക്കണമെന്നില്ല. 67 മുതൽ 59 വരെ ആദ്യത്തേത്, 60 മുതൽ 64 വരെ രണ്ടാമത്തേത്, 67 മുതൽ 70 വരെ മൂന്നാമത്തേത്, 70 മുതൽ 77 വരെ നാലാമത്തേത്, 77 മുതൽ 79 വരെ അഞ്ചാമത്തേത്, 80 മുതൽ 82 വരെ ആറാമത്തേത്, ഏഴാമത്തേതാകട്ടെ
82 മുതൽ 87 വരെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ദൈർഘ്യം. 8ാം സഭ നോക്കുക. 8ാം നിയമസഭ നിലവിൽ വന്നത് 25/3/1987 അതിൻ്റെ ആദ്യ സമ്മേളനം 28/3/87 മുതൽ 5/4/91 വരെയാണ് ആ സഭയുടെ ദൈർഘ്യം. 312 ദിവസമാണ് 8ാം നിയമസഭ കൂടിയത്. 9ാം നിയമസഭയാകട്ടെ 21/6/1991 നിലവിൽ വന്ന് 29/6/91 മുതൽ 14/5/96 വരെ 264 ദിവസമാണ് അത് സമ്മേളിച്ചതെന്നറിയാം. 9ാം നിയമസഭ. 10ാം നിയമസഭയാകട്ടെ 96 നിലവിൽ വന്ന് 14/5/96 നിലവിൽ വന്ന് അതിൻ്റെ കാലാവധി 29/5/96 മുതൽ 16/5/2001 വരെ 268 ദിവസം കൂടിയ സഭയാണത്. 11ാം സഭയാകട്ടെ 16/5/2001 നിലവിൽ വന്ന് 5/6/2001 മുതൽ 12/5/2006 വരെ അത് സമ്മേളിച്ച് 257 ദിവസമാണ് ആകെ സമ്മേളിച്ചത്. ഇനി ഈ 12ാം നിയമസഭയാകട്ടെ അത് 13/5/2006 നിലവിൽ വന്ന് അതുപോലെ തന്നെ 24/5/2006 മുതൽ 14/5/2011 വരെ 253 ദിവസമാണ് അത് നിലവിൽ വന്നത്. ഇനി 13ാം നിയമസഭയാകട്ടെ 14/5/2011 നിലവിൽ വന്ന് 11/6/2011 മുതൽ 20/5/2016 വരെ 237 ദിവസമാണത് സമ്മേളിച്ചത്. ഇനി ഇപ്പോഴത്തെ നിയമസഭയാണ് 14ാം നിയമസഭ. വേണേൽ ചോദിക്കാം, PS ചോദിക്കാം, ഇപ്പോഴത്തെ നിയമസഭ എത്രാമത്തെ നിയമസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഇപ്പോഴുള്ള നിലവിലുള്ളത് ഈ 14ാം നിയമസഭയാണ്. അത് നിലവിൽ വന്നത് 20/5/2016 അതിൻ്റെ ആദ്യ സമ്മേളനം കൂടി 2/6/2016 തുടരുകയാണ്. അത് തീർന്നിട്ടില്ല. അത് മെയ് മാസത്തിലാണ് അത് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അതിൻ്റെ എത്ര ദിവസം സമ്മേളിച്ചെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ ഇത്രയും കണ്ടതിൽ ഏറ്റവും കുറച്ച് സമ്മേളിച്ച 1ാം നിയമസഭയാണ്. 175 ദിവസമാണ്. ഏറ്റവും കൂടുതൽ സമ്മേളനം അവർ കൂടിയത് 4ാം നിയമസഭയാണ്. 322 ദിവസങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നറിയാം. അപ്പോൾ ഈ തീയതി നമ്മൾ കൃത്യമായിട്ട് നോക്കണ്ട, നോക്കിക്കൊണ്ട് തെറ്റില്ലെങ്കിലും ഇതറിയുക. 8ാം നിയമസഭ 87 മുതൽ 91 വരെയാണ് 312 ദിവസം. 9ാം നിയമസഭ 91 മുതൽ 96 വരെയാണ് 264 ദിവസം. 10ാം നിയമസഭ അത് 96 മുതൽ 2001 വരെയാണ്. അത് 68 ദിവസമാണ് കൂടിയത്. ഇനി 11ാം നിയമസഭയാകട്ടെ 2001 മുതൽ 2006 വരെയാണ് 257 ദിവസം കൂടി. 12ാം നിയമസഭയാകട്ടെ 2006 മുതൽ 2011 വരെ 253 ദിവസം കൂടി. അതുപോലെ തന്നെ 13ാം നിയമസഭ, കഴിഞ്ഞ നിയമസഭ, അത് 2011 മുതൽ 2016 വരെയാണ് 237 ദിവസം. ഇനി ഇപ്പോഴത്തെ നിയമസഭയാണ്. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. അത് 2/6/2016 ആദ്യ സമ്മേളനം. ഇപ്പോഴത്തെ നിയമസഭ നിലവിൽ വന്ന് 25/5/2016 അത്തരം കാര്യങ്ങൾ നിയമസഭയെക്കുറിച്ചൊന്ന് അറിയാം. ഇനി നമുക്ക് ചില പ്രത്യേകതകൾ കാണാം. നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട്, മന്ത്രിസഭയായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ എല്ലാം പഠിച്ചത് ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ചില ചോദ്യങ്ങൾ രൂപേണയാണ് അത് വന്നിരിക്കുന്നത്. ഇതുവരെ ചോദിച്ച കുറേ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ 1ാം കേരള നിയമസഭ രൂപീകരിച്ചത് എന്നാണ്. അത് രൂപീകരിച്ച 1957 ഏപ്രിൽ 1 നിലവിൽ വന്നതും അതിൻ്റെ കാലഘട്ടവും എല്ലാം നമ്മൾ പഠിച്ചതാണ്. എന്തായാലും അത് രൂപീകരിച്ചത് 1957 ഏപ്രിൽ 1 അറിയുക. 1ാം കേരള നിയമസഭ അധികാരത്തിൽ വന്നത് കണ്ടു കഴിഞ്ഞ് 1957 ഏപ്രിൽ 5 അത് അധികാരത്തിൽ വന്നത്. 1ാം കേരള നിയമസഭയിലെ ആദ്യ സമ്മേളനം 57 ഏപ്രിൽ 27. ആ 3 തീയതികളിൽ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക. അതായത് അത് രൂപീകരിച്ചത് 57 ഏപ്രിൽ 1, അത് അധികാരത്തിൽ വന്നത് 57 ഏപ്രിൽ 5, അത് ആദ്യ സമ്മേളനം കൂടിയത് 1957 ഏപ്രിൽ 27. ഇങ്ങനെയാണ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1900 ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ചോദിക്കാം, 1ാം നിയമസഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം 126 അധികം 1, 127 മൊത്തം അംഗങ്ങൾ ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടത് 126, ഒരു എണ്ണം നോമിനേറ്റഡ്. അങ്ങനെ പഠിച്ചാണ്. ഇനി 1ാം കേരള സഭയിലെ ആദ്യ സമ്മേളനം ഏപ്രിൽ 27, 57 ഏപ്രിൽ 27. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആരാണ്? അത് ആ ഒരു 3 കാര്യങ്ങൾ ഓർക്കുക. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് ഇ.കെ. നായനാരാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് സി. അച്യുതമേനോനാണെന്ന് അറിയുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ
ഓർത്തിരിക്കാം. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരൻ, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇ കെ നായനാർ, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് സി അച്യുതമേനോനാണ്. ഇനി നിയമസഭാ അംഗമാകാതെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയുണ്ട്, അത് ഉറപ്പായിട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും അത് ആർ ശങ്കറാണെന്ന് സി അച്യുതമേനോനാണെന്ന് അറിയുക. നിയമസഭാ അംഗമാകാതെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഇദ്ദേഹം സി അച്യുതമേനോൻ. ഇനി ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്നൊരു ചോദ്യം വരാം. ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കാം. അതാരാണ്? തീർച്ചയായിട്ടും ആർ ശങ്കറാണ്. കാരണം നമുക്ക് അതറിയാം. ആദ്യം EMS, പിന്നീട് പട്ടം PSP ആണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ്സുകാരനായ ആദ്യ മുഖ്യമന്ത്രി ആർ ശങ്കറാണെന്ന് അറിയുക. അപ്പോൾ ആ ഒരു കണക്കറിയാം. ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ആ ചോദ്യം വരാം. അത് പട്ടം താണുപിള്ളയാണ്. എന്നാൽ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? തീർച്ചയായിട്ടും അത് ഇദ്ദേഹമാണെന്നറിയാം, ആർ ശങ്കറാണെന്ന് അറിയുക. വിശ്വാസ പ്രമേയം അവതരിച്ച മുഖ്യമന്ത്രി ആരാണ്? സാധാരണ മുഖ്യമന്ത്രിമാർക്കെതിരെ അവിശ്വാസ പ്രമേയമാണ് ഒന്ന്. എന്നാൽ കേരള മന്ത്രിസഭയിൽ ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സി അച്യുതമേനോനാണ് അങ്ങനെ അവതരിപ്പിച്ച വ്യക്തി. അത് ഒരാളാണ്, അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കുക. അവിശ്വാസ പ്രമേയമല്ല, വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ സി അച്യുതമേനോനാണെന്നുള്ള ഉത്തരം കിട്ടുക. ഇനി കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയുണ്ട്, അത് പട്ടം താണുപിള്ളയാണ്. അപ്പോൾ ഈ 2-3 പ്രത്യേകതകൾ അറിയുക. നിയമസഭ രൂപീകരിച്ചത് 1957 ഏപ്രിൽ 1, ഒന്നാം കേരള നിയമസഭ അധികാരത്തിൽ വന്ന് 1957 ഏപ്രിൽ 5, ഒന്നാം കേരള നിയമസഭയിലെ ആദ്യ സമ്മേളനം കൂടി 1957 ഏപ്രിൽ 27, നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 27, ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്നത് കെ കരുണാകരനാണ്, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇ കെ നായനാരാണ്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് സി അച്യുതമേനോനാണ്, നിയമസഭാ അംഗമാകാതെ മുഖ്യമന്ത്രിയായതും സി അച്യുതമേനോനാണ്, ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നത് ആർ ശങ്കറാണ്, ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS ആണ്, ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്, കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യ മുഖ്യമന്ത്രി EMS ആണെങ്കിൽ കോൺഗ്രസ്സുകാരനായ ആദ്യ മുഖ്യമന്ത്രി ആർ ശങ്കറാണെന്ന് അറിയുക. വിശ്വാസപ്രമേയം അവതരിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. ഓർത്തിരിക്കണം. കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയാണ് പട്ടം താണുപിള്ള എന്ന് അറിയുക. കാര്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കുക, അതായത് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒരാളെ ഉള്ളത് പട്ടം താണുപിള്ളയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കേരളത്തിലെ ഏക മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അത് പട്ടം താണുപിള്ളയാണെന്ന് അറിയുക. അതുപോലെ കേരള മുഖ്യമന്ത്രിയായി കാലാവധി പൂർത്തീകരിച്ച ആദ്യ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. കേരള മുഖ്യമന്ത്രിയായി കാലാവധി പൂർത്തീകരിച്ച, അതിനു മുമ്പൊക്കെ കുറേശ്ശെ കാലഘട്ടങ്ങളിൽ 5 വർഷം പൂർത്തീകരിച്ചില്ല, എന്നാൽ മുഖ്യമന്ത്രിയായിട്ട് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി അല്ലെ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് പട്ടം താണുപിള്ളയാണ്. സി അച്യുതമേനോനാണ്. ആദ്യ CPM മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇ കെ നായനാരാണ്. നമുക്കത് മനസ്സിലാക്കും. ആദ്യ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രി ആരാണ്, CPM മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഇ കെ നായനാരാണെന്ന് അറിയുക. അതുപോലെ തന്നെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? അത് കെ കരുണാകരനാണെന്നറിയാം. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരൻ. ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് ഇ കെ നായനാരാണ്. എന്നാൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. അക്കാര്യങ്ങൾ അറിയുക. ഇനിയുള്ളത് കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? നിലവിലത് VS അച്യുതാനന്ദനാണ് റെക്കോർഡിലുള്ളത് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി AK ആൻ്റണിയാണെന്നറിയുക. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ വ്യക്തി AK ആൻ്റണിയാണ്. അത് ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയത്തെ നേരിട്ട കേരള മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിനും കെ കരുണാകരൻ തന്നെയാണ് ഉത്തരം. അവിശ്വാസ പ്രമേയം നേരിട്ട് അദ്ദേഹം അധികാരം ഏറ്റെടുക്കും, തൊട്ടുപുറകെ അവിശ്വാസ പ്രമേയം വരും. അങ്ങനെ ഏതാണ്ട് 8 പ്രാവശ്യത്തോളം അവിശ്വാസ പ്രമേയം നേരിട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഈ കെ കരുണാകരൻ എന്ന് അറിയുക. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട ആരെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ. അത് കെ കരുണാകരനാണ്. അതുപോലെ ഏറ്റവും അതായത് ഒരേ ഒരു തവണ വിശ്വാസ പ്രമേയം അവതരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്കത് അറിയണം. അത്
സി അച്യുതമേനോനാണ് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസത്തെ നേരിട്ടത് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ ഒരേ നിയമസഭയിൽ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അത് PK വാസുദേവൻ നായരാണ്. ഒരേ നിയമസഭാകാലത്ത് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ആയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഉള്ളതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കാവുന്നതാണ്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ ഒരേ നിയമസഭയിൽ അവതരിപ്പിച്ച വഹിച്ച വ്യക്തിയാണ് PK വാസുദേവൻ നായർ. കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച കേരള മുഖ്യമന്ത്രിമാർ 3 പേരാണുള്ളത്. കേരള നിയമസഭയിൽ ബജറ്റ് സാധാരണ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അവതരിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ കൗതുകം. ഇവിടെ 3 മുഖ്യമന്ത്രിമാർ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് കേരള മുഖ്യമന്ത്രി 3 പേരാണ്. 1 R ശങ്കർ, 2 C അച്യുതമേനോൻ, 3 EK നായനാർ. EK നായനാർ അവിടെ എഴുതിയിട്ടില്ലെന്ന് ഓർത്തിരിക്കാം. കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് 3 മുഖ്യമന്ത്രിമാർ. ആരൊക്കെയാണത്? R ശങ്കർ, C അച്യുതമേനോൻ, EK നായനാർ. ഈ 3 പേരാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരെന്നൊരു ചോദ്യം വരാം. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി അത് നമുക്കറിയാം, അത് R ശങ്കറാണ്. R ശങ്കർ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. 3 പേരാണ് കേരള നിയമസഭയിൽ കേരളത്തിൽ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. 3 പേര്. ഒന്ന് R ശങ്കറുണ്ട്, മറ്റൊന്ന് CH മുഹമ്മദ് കോയയുണ്ട്, മറ്റൊന്ന് ഔക്കാദർ കുട്ടി നഹയുണ്ട്. ഇങ്ങനെ 3 പേരാണ്. അതൊന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ഉപമുഖ്യമന്ത്രിമാരായി ഇരുന്നവരാരൊക്കെ എന്നുള്ളൊരു ചോദ്യം വരാം. അല്ലെങ്കിൽ താഴെ പറയുന്ന ഒരാൾ ഉപമുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറയാം. 3 പേരുടെ പേര് ഓർത്തിരിക്കുക. R ശങ്കറുണ്ട്, CH മുഹമ്മദ് കോയയുണ്ട്, ഔക്കാദർ കുട്ടി നഹയുണ്ട്. ഇങ്ങനെ 3 പേരാണ് ഉപമുഖ്യമന്ത്രിമാർ ആയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം ഒരു ചോദ്യരൂപത്തിൽ വന്നിരിക്കുന്ന കേരളത്തിലെ ആദ്യ മന്ത്രിസഭ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ്? ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സാധാരണ രീതിയിൽ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് ഗവർണറാണ്. അപ്പോൾ ആ ഗവർണറുടെ പട്ടിക പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം, ആദ്യമായിട്ട് മന്ത്രിസഭത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് തീർച്ചയായിട്ടും അന്നത്തെ ഗവർണറാണ്. ആദ്യത്തെ ഗവർണറാണ്. അത് B രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തത് B രാമകൃഷ്ണ റാവു ആണെന്ന് അറിയാം. ഇനി ആദ്യ വനിതാ ഗവർണർ ആരാണ്? പഠിച്ചാണ്. ജ്യോതി വെങ്കിടാചലമാണ് ആദ്യ വനിതാ ഗവർണർ എന്ന് അറിയാം. ആദ്യ മലയാളി ഗവർണറായി വരുന്നത് ശ്രീ V വിശ്വനാഥനാണ്. അത് നമ്മൾ പഠിച്ചതാണ്, ആദ്യത്തെ മലയാളി ഗവർണർ. ഇനി ഗവർണറെ കുറിച്ച് പറയുമ്പോൾ ഗവർണറായതിനു ശേഷം രാഷ്ട്രപതിയായത് VV ഗിരിയാണെന്നറിയാം. പദവിയിലിരിക്കെ അന്തരിച്ച ഗവർണർ ചോദിച്ചാൽ സിക്കന്ദർ ഭക്താണെന്നറിയുക. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മൾ ആ ഗവർണറുടെ കാര്യത്തിൽ പ്രത്യേകതകളുണ്ട്, അതൊന്ന് ഓർത്തു വയ്ക്കുക. ആദ്യ മലയാളി ഗവർണർ ശ്രീ V വിശ്വനാഥനാണ്. അതുപോലെ തന്നെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലമാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ സിക്കന്ദർ ഭക്താണ്. പറഞ്ഞു കഴിഞ്ഞ് സിക്കന്ദർ ഭക്ത്. നിയമസഭയിലെ ആദ്യ പ്രോടേം സ്പീക്കർ ആരാണ്? പ്രോടേം സ്പീക്കർ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറല്ല, സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതാണ് പ്രോടേം സ്പീക്കർ. ആ പ്രോടേം സ്പീക്കറായി വന്നത് സഭയിലെ മുതിർന്ന വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസിൻ്റെ വേറെതുണ്ട്. ആദ്യ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതും റോസമ്മ പുന്നൂസാണ്. അതും ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കറാണ് നോക്കുക. കണ്ടതാണ്, അറിഞ്ഞതാണ്. അത് ശങ്കരനാരായണൻ തമ്പിയാണ്. നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ആരായിരുന്നു? CH മുഹമ്മദ് കോയ ആയിരുന്നു നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി നമുക്കറിയാം, വക്കം പുരുഷോത്തമനാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്നോ? അത് M വിജയകുമാറാണ്. ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറെ ചോദിക്കാം. അത് KO ഐഷാഭായി ആണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? V ശശിയാണ്. ഇപ്പോൾ സ്പീക്കർ ശ്രീ രാമകൃഷ്ണനാണ്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ V ശശിയാണ്. അതൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ PT ചാക്കോയായിരുന്നെന്ന് അറിയുക. ഒന്നാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ PT ചാക്കോ. അതുപോലെ ഒന്നാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം ചോദിക്കാം. അത് 6 ആയിരുന്നെന്ന് അറിയുക. ആദ്യ വനിതാ മന്ത്രിയെ ചോദിക്കാം. അത് ശ്രീമതി KR ഗൗരിയമ്മയാണെന്നും അറിയുക. അപ്പോൾ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പിയാണ് ആദ്യത്തേത്. നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായിരുന്നത് CH മുഹമ്മദ് കോയാണെന്ന്. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി ശ്രീ വക്കം പുരുഷോത്തമനാണ്.
ഇപ്പോഴത്തെ സ്പീക്കറായിരുന്നു വെച്ചാൽ ശ്രീ പി ശ്രീരാമകൃഷ്ണനാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി എം വിജയകുമാറാണ്. ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണെങ്കിൽ KO ഐഷാബായി ആണെന്ന് അറിയുക. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? വി ശശിയാണ്. ഒന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ, മറന്നു പോകരുത്, ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോയാണ്. ഒന്നാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6 ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക.